ആ പണ്ടത്തെ മക്കളും ഇപ്പോഴത്തെ മക്കളും തമ്മിലുള്ള വ്യത്യാസം പറയോ? പണ്ട് നല്ല കൂട്ടായ്മയുള്ള മക്കളായിരുന്നു. കൂട്ടുകൂടി എല്ലാവരും കൂടി ഒരുമിച്ച് സഹോദരങ്ങളുടെ മക്കളും സഹോദരങ്ങളും എല്ലാം ഒരുമിച്ച് കൂടുമായിരുന്നു. ഇന്നിപ്പോൾ ഒരുമിച്ച് കൂടാൻ നേരമില്ല, കൂടുകയില്ല. അഥവാ കൂടിയാലും അവരവരുടെ കാര്യത്തിന് കൂടും ഇന്നത്തെ മക്കള്. അങ്ങനെയല്ലേ? പിന്നെ പിന്നെ അവർക്ക് പഠിത്തായി കാര്യങ്ങളായി, അല്ലെങ്കിൽ അവരുടെ ജോലി കാര്യങ്ങളായി, അത്രയേ ഉള്ളൂ. സ്വന്തം കാര്യങ്ങൾ മറ്റു സഹോദരങ്ങളുമായിട്ട് കൂട്ടുകൂടുന്നുള്ള ചിന്ത ഒന്നും ഇപ്പം ഇല്ല. അങ്ങനെ ചിന്തിച്ചാൽ അവരുടെ പണി പോവും. ഇപ്പൊ കാലങ്ങൾ മാറി. പിന്നെ മൊബൈൽ ഉപയോഗത്തെ കുറിച്ച് എന്താ പറയുക? മൊബൈൽ ഉള്ളത് കൊണ്ട് ആർക്കും ഒന്നിനും നേരമില്ല. എപ്പോഴും ഇതിൽ തോണ്ടാനല്ലേ നേരമുള്ളൂ. അത് തോണ്ടിക്കൊണ്ടിരിക്കാനും നേരമുള്ളൂ. വേറെ ആരും പറയണ കേൾക്കാനും നേരമില്ല. ഒരു കാര്യത്തിനും നേരമില്ല. പണ്ട് അങ്ങനെയാണ്. പണ്ട് അവരവരെടുക്കേണ്ട ജോലി ആരും എടുത്തു കഴിഞ്ഞാൽ പിന്നെ കൂടപ്പുറപ്പുകൾ തമ്മിൽ കൂടുക, അല്ലെങ്കിൽ എലുകത്താർ അടുത്തുള്ളവർ തമ്മിൽ കൂടുക, എല്ലാവരും കൂടെയും കൂടുക, വർത്താനം പറയുക. അല്ലെങ്കിൽ അപ്പം ജോലി കാര്യങ്ങളുള്ളപ്പോൾ ജോലി എടുക്കുക, പഠിക്കേണ്ടപ്പോൾ പഠിക്കുക, അല്ലാത്തപ്പോഴൊക്കെ എല്ലാവരും കൂടെയും കൂടി ഒരു സ്നേഹബന്ധങ്ങളുണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം സ്നേഹവും ഇല്ല, ബന്ധമില്ല, ഒന്നുമില്ല. അവരവരും പഠിത്തവും കാര്യങ്ങളും ജോലിയും കഴിഞ്ഞാൽ പിന്നെ ഈ തോണ്ടിക്കൊണ്ടിരിക്കില്ലേ. അത്രേ ഇപ്പോഴത്തെ കാലം. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലം. പിന്നെ സ്നേഹത്തെ കുറിച്ച് പണ്ടത്തെ മക്കളാണോ ഇപ്പോഴത്തെ മക്കളാണോ കൂടുതൽ സ്നേഹം? അത് പണ്ട് എല്ലാവരും ഒരു ഐകമത്യത്തിലുള്ള സ്നേഹവും എല്ലാം ഒരു കൂട്ടായ്മ, എല്ലാവരും ഒത്തൊരുമയുള്ള കാലമായി. ഇപ്പം അങ്ങനെയല്ല, സ്വന്തം കാര്യങ്ങൾ. ഇപ്പോഴത്തെ മക്കൾക്ക് എൻ്റെ കാര്യം കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യമുള്ളൂ. അങ്ങനെയല്ലേ? അങ്ങനെ കാലങ്ങളായി. ഇപ്പം സ്വയസ്നേഹികളാവും എന്ന് പറഞ്ഞത് ഒത്തു വരികയാണ്.